ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ പറഞ്ഞത് കേട്ട് വൈജയന്തി ആകെ ഞെട്ടിത്തെറിച്ചു. ഞാൻ വിജയിച്ചവനാണ്. കാരണം എന്താന്ന് വെച്ചാൽ 4 പേരെ വിളിച്ചുകൂട്ടി നിന്റെ മുഖത്ത് നോക്കി പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു. ഇവരെല്ലാവരും കൂടി നിന്നോട് മറച്ചു വെച്ച ഒരു രഹസ്യം കൂടിയുണ്ട്. അതെന്തായാലും ഞാൻ പറയില്ല. നിന്റെ കുഞ്ഞ് മരിച്ചിട്ടില്ലെന്നും അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നും ആ ഒരു കാര്യം മാത്രം തൽക്കാലം നീ അറിഞ്ഞാൽ മതി. ഇതും പറഞ്ഞ് ബാലചന്ദ്രൻ പുറത്തേക്ക് പോയി. ഇത് കേട്ട വൈജയന്തി ആകപ്പാടെ തകർന്ന ഒരവസ്ഥയിലാണ്. അവൾ പെട്ടെന്ന് തന്നെ സ്റ്റാൻലിയെ അന്വേഷിച്ച് സ്റ്റാൻലിയുടെ അരികിലേക്ക് പോയി. അവിടെ ചെന്ന് വൈജയന്തി സ്റ്റാൻലിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, സത്യം പറ ലാലിച്ച, ബാലചന്ദ്രൻ പറഞ്ഞ നമ്മുടെ മകള് അത് ഈ അലീനയാണോ, അതോ അത് മറ്റേതെങ്കിലും കുട്ടിയാണോ? പറ ലാലിച്ച. ലാലിച്ചൻ അറിയുമോ അത്? എൻ്റെ ആങ്ങളമാരോടും ബാലചന്ദ്രനോടും ചോദിച്ചാൽ ഒരിക്കലും അവരാരും സത്യം പറയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നേരിട്ട് വന്ന് ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് വൈജയന്തി പൊട്ടിക്കരയുന്നുണ്ട്. അപ്പോൾ സ്റ്റാലിൻ പറയുന്നുണ്ട്, വൈജയന്തി, നിന്നോട് ഇന്ന് വരെ ഞാൻ ഒരു കള്ളവും പറഞ്ഞിട്ടില്ല, ഇനിയൊട്ട് പറയുകയുമില്ല. നീ അറിഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. അലീന, അവളാണ് നമ്മുടെ മകള്. ഇത് കേട്ടതും വൈജയന്തി ഒന്നും പറയാതെ സ്റ്റാലിനെ തന്നെ നോക്കി നിന്നതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. മനഃശക്തി കിട്ടാനായി 1-2 ആഴ്ചത്തേക്കിന് എല്ലാവരും മാറി നിന്ന് ദൂരെയുള്ള ഒരു ഭജനമഠത്തിലേക്ക് വൈജയന്തി പോയി. 2 ആഴ്ചയോളം അവിടെ താമസിച്ച് ഭക്തിയും കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. അത്യാവശ്യം ഒരു മനോധൈര്യം വീണ്ടെടുത്ത ശേഷം ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് തന്നെ വൈജയന്തി തിരികെ എത്തി. ആ സമയത്ത് കൃഷ്ണ സ്കൂൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയായിരുന്നു. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ആഹാ, കൃഷ്ണമോള് വന്നോ? മോക്ക് ഇഷ്ടമുള്ളൊരാഹാരം അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് വൈജയന്തി കൃഷ്ണമോളെ ചേർത്ത് പിടിച്ചു. ഇത്രയും നാള് കടുവയെ പോലെ ചാടിക്കടിച്ചു കയറാൻ മാത്രം നിന്നിരുന്ന അമ്മയുടെ ഈ സ്വഭാവത്തിലെ മാറ്റം കണ്ട് കൃഷ്ണമോൾക്ക് വളരെ സന്തോഷമായി. ഭവതിയാണെങ്കിൽ ഇനി അച്ഛൻ വരുമ്പോൾ അമ്മ കൂടുതൽ പ്രശ്നമുണ്ടാക്കുമോ? സത്യമെല്ലാം അറിഞ്ഞതിന് ശേഷം അമ്മ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ ഇഷ്ടമാവുമോ? ഇനി അമ്മയെ ആട്ടി ഇറക്കി വിടാനും ചാൻസും ഉണ്ട്. അതോ ഇനി അച്ഛൻ അമ്മയുടെ തെറ്റുകളെല്ലാം പുറത്ത് ഈ വീട്ടിൽ കൂടെ താമസിപ്പിക്കുമോ എന്നൊക്കെ ഓർത്ത് ഭവിത ആകപ്പാടെ ടെൻഷനിലിരിക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രൻ കടയൊക്കെ അടച്ച് തിരികെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ അത്താഴം കഴിക്കുന്നതിനായി എല്ലാവരും ഊണുമേശയിലേക്ക് വന്നപ്പോൾ ബബിത ആഹാരം വിളമ്പി കൊടുക്കുകയാണ്. എന്നാൽ ബാലചന്ദ്രനെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് വൈജയന്തി കിച്ചണിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. വൈജയന്തി വന്നു എന്നറിഞ്ഞിട്ടും ബാലചന്ദ്രൻ ഒരക്ഷരം പോലും ആരോടും ചോദിച്ചില്ല. പിന്നീട് ബാലചന്ദ്രൻ കിടക്കാനായി തൻ്റെ റൂമിലേക്ക് പോയി. എന്നാൽ വൈജയന്തി ബബിതയുടെയും കൃഷ്ണമോളുടെയും നടുവിലായി കിടക്കാനായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അത് ബബിതയ്ക്കും കൃഷ്ണമോൾക്കും വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. അവരോട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് ഈ അമ്മയോട് ദേഷ്യമോ വെറുപ്പോ വല്ലതും ഉണ്ടോ എന്നിങ്ങനെ വൈജ ചോദിക്കുമ്പോൾ ബബിതയും കൃഷ്ണയും പറയുന്നുണ്ട്, ഇല്ലമ്മേ, ഒരിക്കലും ഇല്ല, ഞങ്ങൾക്ക് അമ്മയോട് സ്നേഹം മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് വൈജയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എല്ലാ സത്യങ്ങളും നേരത്തെ തന്നെ എനിക്ക് മുന്നേ അറിഞ്ഞ നിങ്ങൾ 2 പേരും ഒരു വാക്കുകൊണ്ട് പോലും ഈ അമ്മയെ വേദനിപ്പിച്ചിട്ടില്ല. പക്ഷേ സത്യങ്ങളൊന്നും അറിയാതെ ഞാൻ എൻ്റെ മക്കളെ ശാസിക്കാനും ശിക്ഷിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞ് വൈജയും അവരെ ചേർത്ത് പിടിച്ച് ഒരുപാട് കരഞ്ഞു. ഈ സമയത്ത് ബാലചന്ദ്രൻ റൂമിലിരുന്ന് ആലോചിക്കുകയാണ്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ആകെപ്പാടെ നാണം കെട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോഴാണ് വൈജയന്തി, ഇപ്പോൾ അവൾ എന്തിനാ തിരിച്ചു വന്നിരിക്കുന്നത്? ഇത് എൻ്റെ വീടല്ലേ, മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അതോ എൻ്റെ ഭാര്യ എന്ന സ്ഥാനം വീണ്ടും പിടിച്ചടക്കാൻ വേണ്ടി വന്നതായിരിക്കുമോ എന്നൊക്കെ ചിന്തിച്ച് ബാലചന്ദ്രൻ മെല്ലെ ഉറങ്ങാനായി കിടന്നു. ആ സമയത്ത് വൈജയന്തി മെല്ലെ വാതിലൊക്കെ തുറന്ന് ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് കടന്നു വരികയാണ്. റൂമിൽ ലൈറ്റൊന്നും ഇടാതെ തന്നെ ബാലചന്ദ്രൻ്റെ കാലിൽ സ്പർശിക്കുകയാണ് വൈജയന്തി. കാലിൽ തണുപ്പ് തട്ടിയപ്പോൾ തന്നെ അത് വൈജയന്തിയുടെ കൈകളാണെന്ന് ബാലചന്ദ്രന് മനസ്സിലായി. എന്നാൽ വൈജയന്തിയാണെന്ന് മനസ്സിലായിട്ടും കണ്ണുകളൊന്നും തുറക്കാതെ ഉറക്കം നടിച്ച് കിടക്കുകയാണ് ബാലചന്ദ്രൻ.
പെട്ടെന്ന് തന്നെ വൈജയന്തി ആ കാലുകൾ പിടിച്ച് പൊട്ടിക്കരയുന്നുണ്ട്. ബാലചന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്, 24 വർഷം തന്നെ ചതിച്ചതിൻ്റെ പാവക്കറകള് അവള് ഈ കണ്ണീരുകൊണ്ട് കഴുകിക്കളയാൻ ശ്രമിക്കുകയാണോ? എത്രയൊക്കെ വൈജയന്തിയോട് ക്ഷമിക്കരുത് എന്ന് ചിന്തിച്ചാലും, വൈജയന്തിയോട് ക്ഷമിക്കരുതെന്ന് എപ്പോഴൊക്കെ വിചാരിക്കുമ്പോഴും താൻ അതിനൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കിടക്കുകയാണ് ബാലചന്ദ്രൻ. ഉറക്കം നടിച്ചു തന്നെ. എന്നാൽ വൈജയന്തി ബാലചന്ദ്രൻ ഉറക്കമാണെന്ന് കരുതി ബാലചന്ദ്രനോട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഇത്രയും വർഷം ഞാൻ ചെയ്ത തെറ്റ്, അതിനെ എത്ര മാപ്പ് പറഞ്ഞാലും മതിയാവില്ലെന്ന് എനിക്കറിയാം. അലീനയെ ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ കാണേണ്ടത്, ക്ഷമ പറയേണ്ടത് അത് ബാലേട്ടനോടാണ്. നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് എൻ്റെ തെറ്റുകളേറ്റ് പറയാനുള്ള ധൈര്യം ഈ വൈജിക്കില്ല. എന്ത് കണ്ടാലും കേട്ടാലും കടിച്ചു കയറാൻ നിൽക്കുന്ന ആ പഴയ വൈജയന്തി അല്ല ഞാനിപ്പോൾ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ്റെ കാല് പിടിച്ച് വൈജയന്തി കരയുകയാണ്. ഇതൊക്കെ കണ്ടപ്പോൾ ബാലചന്ദ്രന് ഒരുപാട് സങ്കടം തോന്നുകയാണ്. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, വൈജയന്തി മതി, നീ വിചാരിക്കുന്ന പോലെ അത്ര കഠിന ഹൃദയനൊന്നുമല്ല ഞാൻ എന്നും പറഞ്ഞ് ബാലചന്ദ്രൻ വൈജയന്തിയുടെ തലയിൽ തടവി. ബാലചന്ദ്രൻ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ കാലും കെട്ടിപ്പിടിച്ച് അവിടെ തന്നെ കിടക്കുകയാണ് വൈജയന്തി. ഇതൊക്കെ കണ്ടിട്ട് വൈജയന്തിയെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കാനല്ലാതെ അവളോട് ദേഷ്യപ്പെടാനോ അവളെ അവിടെ നിന്ന് ആട്ടി ഇറക്കി വിടാനോ ഒന്നും ബാലചന്ദ്രന് ആ സമയത്ത് സാധിച്ചില്ല. അങ്ങനെ അടുത്ത ദിവസം വൈജയന്തി തൻ്റെ ബാഗൊക്കെ പായ്ക്കുന്ന കണ്ടപ്പോൾ ബബിതയ്ക്ക് അത് അലീനയെ കാണാൻ വേണ്ടിയുള്ള അമ്മയുടെ പോക്കാണെന്ന് മനസ്സിലായി. ബബിതയെ കണ്ടതും വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ ഒരു യാത്ര പോവുകയാണ് കുറച്ച് നാളത്തേക്കിന്. ഇതൊക്കെ എൻ്റെ അച്ഛൻ എനിക്ക് വിവാഹത്തിന് വാങ്ങിത്തന്ന സ്വർണ്ണാഭരണങ്ങളാണ്, അതുപോലെ വില കൂടിയ വസ്ത്രങ്ങളും. ഇതൊക്കെ ഇനി മുതൽ നീയാണ് സൂക്ഷിക്കേണ്ടത്. ഇനി അമ്മ എന്ന് തിരിച്ചു വരുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞ് അത് മുഴുവൻ ബബിതയെ ഏൽപ്പിച്ച് വൈജയന്തി പോകാൻ തുടങ്ങുമ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ ഇതെങ്ങോട്ടാ പോകുന്നേ? അതിന് മറുപടി, അലീന ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ടല്ലേ അമ്മ പോകുന്നത്. അതിന് മറുപടി ഒന്നും പറയാതെ വൈജയന്തി അവിടെ നിന്ന് ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് പോവുകയാണ്. ബാലേട്ടാ, ഞാൻ പോവുകയാണ്, ഞാൻ യാത്ര പറയാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ വൈജ പറയുമ്പോൾ ബാലചന്ദ്രൻ വൈജയെ പോകാൻ അനുവദിച്ചു. അവിടെ നിന്ന് വൈജയന്തി നേരെ പോകുന്നത് സ്റ്റാൻലിയുടെ വീട്ടിലേക്കാണ്. ഔതുകുട്ടിച്ചായൻ സിറ്റൗട്ടിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. വൈജയന്തിയെ കണ്ടപ്പോൾ തന്നെ ഔതുകുട്ടിച്ചായന് ആളെ മനസ്സിലായി. ഇവള് എൻ്റെ മരുമകളായി വരേണ്ടിയിരുന്ന പെൺകുട്ടിയാണ്. അന്ന് ഇവർ തമ്മിലുള്ള വിവാഹത്തിന് ഞാൻ ഒരിക്കലും എതിര് നിൽക്കാൻ പാടില്ലായിരുന്നു. അന്ന് ഞാൻ അതിന് സമ്മതിച്ചിരുന്നെങ്കിൽ, എൻ്റെ വാശി കാണിക്കാതിരുന്നിരുന്നെങ്കിൽ ഇന്ന് അവർ രണ്ടുപേരും സന്തോഷമായി ജീവിച്ചേനെ, അവർക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടിയേനെ എന്നൊക്കെ ചിന്തിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ഔതുക്കുട്ടിച്ചായൻ. അലീനമോൾ ഇവിടെ ഇല്ലേ എന്നിങ്ങനെ വൈജ ഔതുക്കുട്ടിച്ചായനോട് ചോദിച്ചു. അപ്പോൾ ഔതുക്കുട്ടിച്ചായൻ പറഞ്ഞു, അകത്തേക്ക് കയറിക്കോ, അവൾ റൂമിലുണ്ടാവും. ഞാൻ വേലക്കാരോട് പറഞ്ഞ് ചായ എടുപ്പിക്കാം. ഒന്നും വേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. എനിക്ക് അലീനമോളെ ഒന്ന് കണ്ടാൽ മതി എന്നും പറഞ്ഞ് വൈജയന്തി അലീനയുടെ റൂമിലേക്ക് പോയി. വൈജയന്തി തന്നെ കാണാനാ വന്നതെന്ന് അറിഞ്ഞിട്ട് വൈജയന്തിയെ ഫേസ് ചെയ്യാനാവാതെ തൻ്റെ റൂമിൽ തന്നെ ഇരിക്കുകയാണ് അലീന. അപ്പോഴേക്കും സ്റ്റാൻലി അങ്ങോട്ടേക്ക് വന്നു. വൈജയന്തി വന്നിട്ട് ഒരുപാട് നേരമായോ? അലീനയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയുമോ? നിന്റെ മുന്നിൽ വന്നു നിന്ന് ഞാൻ തന്നെ അലീനയെ നിനക്ക് പരിചയപ്പെടുത്തി തരണമെന്ന്. അലീന നിന്റെ മകളാണെന്ന്. പക്ഷേ ആ ആഗ്രഹം സാധിപ്പിച്ചു തരാൻ എനിക്ക് പറ്റിയില്ല. കാരണം നിനക്ക് തന്നെ അതിൽ സംശയം വന്നല്ലോ, നീ തന്നെ അത് കണ്ടുപിടിക്കുകയും ചെയ്തല്ലോ. അലീന നിന്റെ മകളാണെന്നുള്ളത് എന്നിങ്ങനെ സ്റ്റാൻലി പറഞ്ഞു. അപ്പോൾ വൈജയന്തി പറഞ്ഞു, ലാലിച്ച, എനിക്ക് എൻ്റെ മോളെ വേണം. നിങ്ങൾ തന്നെ അവളെ എനിക്ക് ഏൽപ്പിച്ചു തരണം എന്നിങ്ങനെ വൈജ പറയുമ്പോഴേക്കും അവരുടെ സംസാരം കേട്ടുകൊണ്ട് അലീന അപ്പോഴേക്കും അങ്ങോട്ട് എത്തിക്കഴിഞ്ഞിരുന്നു. വൈജ അലീനയെ കണ്ടതേ അവളുടെ ശിരസ് കുനിഞ്ഞു. അവളുടെ മുഖത്ത് പോലും നോക്കാതെ, നീ വല്ലതും കഴിച്ചോ എന്നാണ് വൈജയന്തി ആദ്യം ചോദിച്ചത്. പെട്ടെന്ന് തന്നെ അലീന പറയുന്നുണ്ട്, അമ്മ വാ, ഞാൻ അമ്മയ്ക്ക് ഭക്ഷണം എടുത്തു തരാം എന്ന് അലീന പറയുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കൊന്നും വേണ്ട മോളെ, ആ മുറിയൊന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. അങ്ങനെ അലീന വൈജയന്തിയെ തൻ്റെ റൂമിലേക്ക് കൊണ്ടിരുത്തി.
ആ സമയത്ത് ഔതക്കുട്ടി അലീനയെ വിളിച്ചു. അല്ല മോളെ, വൈജയന്തിക്ക് ഏത് റൂമുമാണ് കൊടുക്കുന്നത്? നല്ല സൗകര്യങ്ങളൊക്കെയുള്ള റൂം തന്നെ വേണ്ടേ കൊടുക്കാൻ? വന്നിരിക്കുന്നത് നിന്റെ അമ്മയല്ലേ? അതൊന്നും ഒരു പ്രശ്നവുമില്ല അപ്പച്ച. തൽക്കാലം എൻ്റെ മുറിയിൽ തന്നെ അമ്മയും കിടന്നോട്ടെ, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോളാം എന്നിങ്ങനെ അലീന പറയുമ്പോൾ ഔതക്കുട്ടി അവിടെ നിന്ന് പോയി. ഞാനിവിടെ കിടക്കുന്നത് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായോ? ഒരു പായ തന്നാൽ മതി, ഞാൻ അത് വിരിച്ച് തറയിൽ കിടന്നോളാം എന്നിങ്ങനെ വൈജയന്തി പറഞ്ഞു. അപ്പോൾ അലീന പറയും, അമ്മയെ നിലത്ത് കിടത്തിയിട്ട് എനിക്കെങ്ങനെ സുഖമായിട്ട് കട്ടിലിൽ കയറി കിടക്കാൻ പറ്റും? അമ്മ ഈ കട്ടിലിൽ തന്നെ കിടന്നാൽ മതി എന്നും പറഞ്ഞ് വൈജയന്തിയെ പിടിച്ച് ആ കട്ടിലിലേക്ക് ഇരുത്തി. വൈജയന്തിക്ക് അലീനയോട് താൻ ചെയ്തതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞ് മാപ്പ് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒന്നും അലീനയോട് തുറന്നു പറയാനാവാതെ ഒരു പൊട്ടിക്കരച്ചിൽ മാത്രമായിരുന്നു. ആ കരച്ചിലിലൂടെ എല്ലാം തന്നെ അലീനയോട് പറയുന്നുണ്ടായിരുന്നു വൈജയന്തി. അപ്പോൾ അലീന പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇപ്പോൾ എൻ്റെ മുന്നിൽ കരയുന്നത്? അതെനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അമ്മയോടിപ്പോൾ എനിക്ക് ഒരു ദേഷ്യമോ ഒരു പരിഭവവുമില്ല. 24 വർഷം അനാഥയായിട്ടിരുന്ന എനിക്ക് ഇപ്പോൾ എൻ്റെ പെറ്റമ്മയെ കിട്ടിയ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലീന വൈജയെ കെട്ടിപ്പിടിക്കുകയാണ്. പിന്നീട് രോഹിത് അലീനയെ വിളിച്ചപ്പോൾ വൈജയന്തി ഇവിടെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അലീന രോഹിത്തിനോട് പറയുകയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, ആണോ? ഞാനും നാളെ അലീന ചേച്ചിയുടെ അരികിലേക്ക് വരുവാണെന്ന് പറയാൻ വേണ്ടി വിളിച്ചാണ്. ഇനി തൽക്കാലം ഞാൻ വരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമുള്ള അമ്മയുടെയും മകളുടെയും കൂടിച്ചേരലിലാണല്ലോ. അതിനിടയിലേക്ക് ഈ ഇളയ മക്കൾ വന്ന് അതൊരു ശല്യമാവണ്ട. അലീന ചേച്ചിയും അമ്മയും കൂടെ ഇഷ്ടം പോലെ സംസാരിച്ചു. ഇതുവരെ കിട്ടാത്ത ആ അമ്മയുടെ വാത്സല്യം വേണ്ടുപോലെ അനുഭവിച്ചു. എല്ലാം കഴിഞ്ഞിട്ടേ ഇനി ഞങ്ങളങ്ങോട്ട് വരുന്നുള്ളൂ എന്നിങ്ങനെ രോഹിത് പറഞ്ഞു. വരുമ്പോൾ നീ ആ കൃഷ്ണമോളെ കൂടി കൊണ്ടുവരണം. അവള് ഒരുപാട് ഇവിടെ വരാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ബബിത ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ എൻ്റെ പപ്പയുടെ വീട് കാണണമെന്ന് ഒരുപാട് നാളായിട്ട് കൃഷ്ണമോള് പറയുന്നു. പിന്നെ അവിടെ അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാനിപ്പോൾ ബബിത മാത്രമല്ലേ ഉള്ളൂ. ബബിത മാത്രം അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. അച്ഛൻ്റെ ആരോഗ്യം ഇപ്പോൾ വല്ലാതെ വഷളായി വരികയാണ്. അച്ഛന് എന്തെങ്കിലും വയ്യാഴികയുണ്ടായാൽ നീയും ബബിതയുടെ കൂടെ അരികത്ത് തന്നെ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ ഉപദേശിക്കുകയാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അതൊന്നോർത്ത് അലീന ചേച്ചി ടെൻഷൻ അടിക്കേണ്ട. എന്ത് സംഭവിച്ചാലും അച്ഛനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ആവശ്യം വന്നാൽ അതിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നും പറഞ്ഞ് രോഹിത്ത് ഫോൺ കട്ട് ചെയ്തു. ആ സമയത്ത് വൈജയന്തിക്ക് രാജീവേട്ടൻ്റെ ഫോൺ വന്നു. ഹലോ വൈജയന്തി, നീ എന്ത് പണിയായി കാണിച്ചേ? നീ നിന്റെ ജോലി രാജിവെച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു. നിന്റെ ആങ്ങളമാരായ ഞങ്ങൾ 3 പേരോട് ഒരു വാക്കുപോലും ചോദിക്കാതെ തന്നിഷ്ടപ്രകാരമാണ് ഇപ്പം നീ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. റിട്ടയർഡ് ആകാൻ ഇനി അധിക നാളില്ല. ആ സമയത്ത് നീ കാണിച്ചത് വളരെ മണ്ടത്തരമായി പോയില്ലേ? അതുമല്ല, നീ ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് തിരികെ വരുന്നില്ലേ? അതിന് വൈജയന്തി മറുപടി പറയുന്നുണ്ട്, ഞാൻ വരും ബാലേട്ടാ, സോറി രാജീവേട്ടാ, ബാലേട്ടൻ്റെ വീട്ടിലേക്ക് ഞാൻ വരും. എന്നാൽ അവിടെ ഇനി ഒരിക്കലും സ്ഥിരതാമസമായിട്ട് നിൽക്കില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് നിന്നോളാം. പിന്നെ ബാങ്ക് ജോലി അത് ഞാൻ മടുത്തിട്ടാണ് രാജിവെച്ചത്. അതിൽ എനിക്കൊരു സങ്കടവുമില്ല. എത്ര ലക്ഷം കിട്ടിയാലും എനിക്കിനി അതിനൊരു സങ്കടവുമില്ല എന്ന് വൈജയന്തി മറുപടി കൊടുത്തു. അല്ല, ബാലചന്ദ്രൻ നിന്നോട് എന്തെങ്കിലും ഇഷ്ടക്കേട് കാണിച്ചോ? ബാലേന്ദ്രൻ്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്ന് വല്ലതും പറഞ്ഞു കാണുമോ? അതുകൊണ്ടാണോ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്നിങ്ങനെ രാജീവേട്ടൻ ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, ഇല്ല, എൻ്റെ ബാലേന്ദ്രനെ പറ്റി ഒരിക്കലും അങ്ങനൊന്നും പറയല്ലേ രാജീവേട്ടാ. എന്നോട് ബാലേന്ദ്രൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടേയില്ല. അത്രയ്ക്കും പാവമാണ് എൻ്റെ ബാലേട്ടൻ എന്നിങ്ങനെ പറഞ്ഞതും വൈജയുടെ കണ്ണു നിറഞ്ഞു.